Hi, welcome back. It's me from Ritseju. Today, I would like to discuss about a topic, a subject that is management accounting, which is for the 6th semester BCom degree Kannur University students. അതായത് 6th semester BCom ഡിഗ്രിക്ക് പഠിക്കാനുള്ള ഒരു പ്രോബ്ലം പേപ്പറാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അത് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ സ്റ്റുഡൻസിൻ്റെ വ്യൂവേഴ്സിൻ്റെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ മൊഡ്യൂൾ വൈസായിട്ട് തന്നെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തുള്ള ഫസ്റ്റ് വീഡിയോ ആണിത്, ഫസ്റ്റ് ക്ലാസ്സാണ്. ഇൻഷാല്ലാ ഇനി വരുന്ന കമ്മിങ് ഡേയ്സിൽ ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ സെലക്ട് ചെയ്തത് ഫസ്റ്റ് മൊഡ്യൂൾ തന്നെയാണ്. ഫസ്റ്റ് മൊഡ്യൂൾ തിയറി മൊഡ്യൂളാണ്. അപ്പോൾ വാട്ട് ഈസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയാതെ ഡയറക്റ്റ്ലി പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ ഒരു സുഖമില്ലാന്ന് തോന്നിയത് കാരണമാണ് ഫസ്റ്റ് മൊഡ്യൂൾ ഓൺവേർഡ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് തിയറി ഭാഗം മാത്രമാണ്. അപ്പോൾ ഞാൻ കട്ട് ഷോർട്ടാക്കിയിട്ട് വേണ്ടപ്പെട്ട തിയറി ഭാഗങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് ക്ലാസ് എടുക്കാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെ ഇനി വരുന്ന കമ്മിങ് വീഡിയോസിലൊക്കെ ഉണ്ടാവണം, ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം. നമുക്ക് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കംപ്ലീറ്റ് എടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് തുടങ്ങാം അല്ലേ. So management accounting comprised of two words, that is management and accounting. അതായത് മാനേജ്മെൻറ്റ് ആൻഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന രണ്ട് വേർഡ് മിക്സ് ചെയ്തിട്ടുള്ളൊരു അക്കൗണ്ടിങ് ഫോമാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അപ്പോൾ എന്താണ് ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് മാനേജീരിയൽ ആസ്പെക്ട്സ് ഓഫ് അക്കൗണ്ടിങ്. മാനേജീരിയൽ ആസ്പെക്ട്സ് പഠിക്കുന്ന ഒരു പുതിയ അക്കൗണ്ടിങ് ബ്രാഞ്ചാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. നമ്മൾ ഇതിനു മുമ്പിലെ കോസ്റ്റ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ് പോലെയുള്ള പല അക്കൗണ്ടിങ് ഫോമുകളും നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പുതിയൊരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണിത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. So this term management accounting is of a recent origin, used in 1950 by a team of accountants visiting USA under the auspices of Anglo-American Council on Productivity. അതായത് ഈ ടേം ഫസ്റ്റ് യൂസ് ചെയ്തത് 1950-ലാണ്. അതായത് USA ടീം ഓഫ് അക്കൗണ്ടൻസ് ആണ് ഈ ടേം യൂസ് ചെയ്തത്. അപ്പോൾ എന്താണ് ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ളതിനെക്കുറിച്ച് ഡെഫിനിഷൻ അതേ അതോറിറ്റി തന്നെ പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു അമേരിക്കൻ കൗൺസിൽ ഓൺ പ്രൊഡക്ടിവിറ്റി, ആംഗ്ലോ അമേരിക്കൻ കൗൺസിൽ ഓൺ പ്രൊഡക്ടിവിറ്റി, മാനേജ്മെൻറ്റ് അക്കൗണ്ട് ഇസ് ദ പ്രസൻറ്റേഷൻ ഓഫ് അക്കൗണ്ടിങ് ഇൻ സച്ച് എ വേ ആസ് ടു അസിസ്റ്റ് ദ മാനേജ്മെൻറ്റ് in the creation of policy and the day-to-day operations of an undertaking. അപ്പോൾ എന്താണ് ആംഗ്ലോ അമേരിക്കൻ കൗൺസിൽ ഓൺ പ്രൊഡക്ടിവിറ്റീൻ്റെ അഭിപ്രായത്തിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ? ഇറ്റ് ഈസ് ദ പ്രസൻറ്റേഷൻ ഓഫ് അക്കൗണ്ടിങ് ഇൻ സച്ച് എ വേ ആസ് ടു അസിസ്റ്റ് ദ മാനേജ്മെൻറ്റ് ഇൻ ദ ക്രിയേഷൻ ഓഫ് പോളിസി. അതായത് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ടൈം ടു ടൈം ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു പുതിയ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മാനേജ്മെൻറ്റാണ്, ടോപ്പ് ലെവൽ മാനേജേഴ്സാണ് ജനറലി ഡിസിഷൻസ് ഫ്രെയിം ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് ഡിസിഷൻസ് എടുക്കാൻ അല്ലെങ്കിൽ പോളിസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പോളിസി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡേ ടു ഡേ ഓപ്പറേഷൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാനേജ്മെൻറ്റിന് ഇൻഫർമേഷൻസ് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു പുതിയ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. സോ വൺസ് അഗെയിൻ, അക്കോർഡിംഗ് ടു ആംഗ്ലോ അമേരിക്കൻ കൗൺസിൽ ഓൺ പ്രൊഡക്ടിവിറ്റി, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇസ് ദ പ്രസൻറ്റേഷൻ ഓഫ് അക്കൗണ്ടിങ് ഇൻ സച്ച് എ വേ ആസ് ടു assist the management in the creation of policy and the day-to-day operations of an undertaking. Clear? So this is the definition. Then next I move to the objectives of management accounting. First one, planning and policy formulation. As I said earlier, the main aim or the main object behind management accounting is to provide necessary information to the management for making policies, for taking decisions. That is the first objective. Then second one, helpful in controlling performance. How to control the performance of an organization by using management accounting. In the sense that in the case of management accounting, we are measuring the actual performance of every department, undertaking, individual, etc. And we have to, before measuring the actual performance, we have to set the standard for the each department. നമ്മൾ ആദ്യം തന്നെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും. പിന്നീട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യും. ദെൻ ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡും വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ ആ ഡീവിയേഷൻസ് എന്തുകൊണ്ടാണെന്നുള്ള റീസൺസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. ആ റീസൺസ് നമ്മൾ വിത്തിൻ ദ അവർ കൺട്രോൾ ആണെങ്കിൽ നമ്മളത് ആ ഡീവിയേഷൻസ് നമ്മൾ സോൾവ് ചെയ്തിട്ട്
നമ്മളെന്ത് ചെയ്യും, അവർക്ക് വേണ്ടിയിട്ടുള്ള നെസസറി ഡിസിഷൻസ് എടുത്തു കൊടുക്കാൻ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇൻ ദാറ്റ് വേ വി ആർ ഏബിൾ ടു കൺട്രോൾ ദെയർ പെർഫോമൻസ്. സോ അതുകൊണ്ടാണ് പ്ലാനിങ് ഇറ്റ്സ് ഹെൽപ്പ് ഇൻ കൺട്രോളിങ് ദ പെർഫോമൻസ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് തേർഡ് ഒബ്ജക്റ്റീവ് ഇസ് ദാറ്റ് ഹെൽപ്ഫുൾ ഇൻ ഇൻ്റർപ്രറ്റിംഗ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. അതായത് നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ ഓൺവേർഡ്സ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സെക്കൻഡ് മൊഡ്യൂൾ ഓൺവേർഡ്സ് നമ്മൾ ഹൗ ടു ഇൻ്റർപ്രറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ വാട്ട് ആർ ദ ടൂൾസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് കോമൺ സൈസ് ബാലൻസ് ഷീറ്റ്, കോമൺ സൈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, റേഷ്യോ അനാലിസിസ് പോലെയുള്ള ഫിനാൻഷ്യൽ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫിനാൻഷ്യൽ പെർഫോമൻസിനെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസിനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലൂടെ. ദെൻ ഓൺലി ദ മാനേജ്മെൻറ്റ് ഈസ് ഏബിൾ ടു ടേക്ക് ആൻ ഇമ്മീഡിയറ്റ് ഡിസിഷൻ അറ്റ് ദ റൈറ്റ് ടൈം. ദെൻ നെക്സ്റ്റ് മോട്ടിവേറ്റിംഗ് ദ എംപ്ലോയീസ്. നമ്മൾ നേരത്തെ പറഞ്ഞു പിന്നെ പെർഫോമൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതൊരു മോട്ടിവേഷൻ്റെ രൂപത്തിലാണ്. കാരണം ചില എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ചില ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർഫോമൻസ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തതിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ കൂടുതൽ പെർഫോം ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് ഗിവിങ് സെൻസ് ഓഫ് മോട്ടിവേഷൻ ടു ദ എംപ്ലോയീസ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫർമേഷൻസ് ഹെൽപ്ഫുൾ ആവും. ദെൻ ഹെൽപ്ഫുൾ ഇൻ മേക്കിംഗ് ഡിസിഷൻ പറയേണ്ട ആവശ്യമില്ല. ദ മെയിൻ ഒബ്ജക്റ്റീവ് behind the management accounting is to provide the time-to-time information or necessary information to the management for taking apt decision. Then next, reporting to management. Reporting to management means നമ്മൾ ഇൻഫർമേഷൻസ് കൊടുക്കുക, ഡീവിയേഷൻസ് ഉണ്ടോ എന്ന് നോക്കുക, ഉണ്ടെങ്കിൽ ആ ഡീവിയേഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണോ നോക്കുക, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതർവൈസ് അതിൻ്റെ റീസൺസ് കാര്യങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഡീവിയേഷൻസ് വന്നു പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ മാനേജ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യുക, അവരതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും. ദെൻ നെക്സ്റ്റ് ഹെൽപ്ഫുൾ ഇൻ കോർഡിനേഷൻ. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും തമ്മിൽ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് മാനേജ്മെൻറ്റ് ലെവലിൽ ഇൻഫർമേഷൻസ് നമ്മൾ എത്തിച്ചു കൊടുത്തിട്ട് അവർ റൈറ്റ് ടൈമിൽ ഡിസിഷൻസ് ഫ്രെയിം ചെയ്യുന്നത്. സോ ദീസ് ആർ ദ ഒബ്ജക്റ്റീവ് ബിഹൈൻഡ് ദ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ദെൻ നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, അല്ലെങ്കിൽ ഡിഫറൻസസ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അപ്പോൾ അതാണ് ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. അപ്പോൾ ഫസ്റ്റ് ഡിഫറൻസ് പറയുന്നത് ഡിഫറൻസസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. FA സ്റ്റാൻഡ്സ് ഫോർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, MA സ്റ്റാൻഡ്സ് ഫോർ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഒബ്ജക്റ്റീവിൻ്റെ ബേസിൽ ഫസ്റ്റ് ഡിഫറൻസ് പറയുന്നത്, അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ടു റെക്കോർഡ് ദ വേരിയസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ടു നോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ. അതായത് മോണിറ്ററി ടൈപ്പ് ട്രാൻസാക്ഷൻസ് നമ്മൾ ഫ്രം ദ ജേർണൽ ടു ദ ഫൈനൽ ബാലൻസ് ഷീറ്റ് വരെ റെക്കോർഡ് ചെയ്തിട്ട് ബാലൻസ് ഷീറ്റിലൂടെ നമുക്ക് ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വേറാസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നെസസറി ഇൻഫർമേഷൻ അല്ലെങ്കിൽ ടൈംലി ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് എത്തിച്ചു കൊടുത്തിട്ട് മാനേജ്മെൻറ്റ് ലെവലിൽ അതല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഡിസിഷൻസ് ഫ്രെയിം ചെയ്യുക അല്ലെങ്കിൽ പോളിസീസ് ഫ്രെയിം ചെയ്യുക എന്നതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. ദെൻ നെക്സ്റ്റ് നമ്മൾ സബ്ജക്റ്റ് മാറ്റർ. വിത്ത് റിഗാർഡ് ടു സബ്ജക്റ്റ് മാറ്റർ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് കൺസേൺഡ് വിത്ത് അസസിങ് ദ റിസൾട്ട് ഓഫ് ബിസിനസ് ആസ് എ ഹോൾ. ഒരു ബിസിനസ്സിൻ്റെ മൊത്തത്തിലുള്ള റിസൾട്ടാണ് അനലൈസ് ചെയ്യുന്നത്, അസസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ. വേറെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഒരു ബിസിനസ്സിൻ്റെ മൊത്തത്തിലുള്ള റിസൾട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നില്ല. അവിടെ നമ്മൾ സെപ്പറേറ്റ്ലി ഓരോ യൂണിറ്റ് തമ്മിൽ അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിൽ അല്ലെങ്കിൽ ഓരോ കോസ്റ്റ് സെൻറ്റർ തമ്മിലുള്ള റിസൾട്ടാണ് അനലൈസ് ചെയ്യുന്നത്. ദെൻ വിത്ത് റിഗാർഡ് ടു ലീഗൽ കമ്പൽഷൻ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ് കമ്പൽസറി ആസ് പെർ കമ്പനീസ് ആക്ട് പ്രകാരം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ അക്കൗണ്ട്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് നമ്മൾ കമ്പൽസറി ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. വേറാസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ കേസിൽ ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി വൺ. ദെൻ നെക്സ്റ്റ് പ്രിസിഷൻ. വിത്ത് റിഗാർഡ് ടു പ്രിസിഷൻ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ ആക്ച്വൽ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ് ഡീൽ ചെയ്യുന്നത്. അതായത് നമ്മൾ അവിടെ എസ്റ്റിമേറ്റ്സ് ഒന്നും അല്ലെങ്കിൽ നമ്മളവിടെ അപ്രോക്സിമേഷൻ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. വേറാസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലാണെങ്കിൽ നമ്മൾ കുറച്ച് ആക്ച്വൽ ഫിഗേഴ്സും കുറച്ച് നമ്മൾ പിന്നെ എസ്റ്റിമേറ്റ്സും അപ്രോക്സിമേഷൻസ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ദെൻ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് വെച്ച് നോക്കുമ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇസ് പ്യുവർലി ഗവേൺഡ് ബൈ ദ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, ദാറ്റ് ഇസ് ഗ്യാപ്പ്. ദെൻ വേറാസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലാണെങ്കിൽ അങ്ങനെയുള്ള ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസോ റൂൾസിൻ്റെ ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വിത്ത് റിഗാർഡ് ടു ദ ഡിസ്ക്രിപ്ഷൻ്റെ ബേസിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ മോണിറ്ററി ട്രാൻസാക്ഷൻസ് മാത്രമേ, അതായത് ട്രാൻസാക്ഷൻ വിച്ച് ആർ ഡയറക്ട്ലി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാറുള്ളൂ. വേറാസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലാണെങ്കിൽ മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യാറുണ്ട്. പിന്നെ വേറൊരു ഡിഫറൻസ് ഓഡിറ്റിങ്ങിൻ്റെ കേസിൽ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ കേസിൽ ദ അക്കൗണ്ട്സ് ആർ ഗെറ്റ് ഓഡിറ്റ്
audited compulsory under companies law by a qualified chartered accountant. അതായത് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റെക്കോർഡ്സൊക്കെ നിർബന്ധപൂർവ്വം ഓഡിറ്റ് ചെയ്യണമെന്നുണ്ട് കമ്പനീസ് ആക്ട് പ്രകാരം. വേറെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ കേസിൽ ഇറ്റ് കനോട്ട് ബി ഓഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിലും വല്ല പ്രശ്നമില്ല. ദെൻ യൂസേഴ്സ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് ഇൻഫർമേഷൻസ് കൂടുതൽ യൂസ് ചെയ്യുന്നത് എക്സ്റ്റേണൽ പാർട്ടീസാണ്. കാരണം ദി അക്കൗണ്ട്സ് ആർ പബ്ലിഷ്ഡ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ദ പബ്ലിക് ആണ്. അതായത് മെജോറിറ്റി ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ആർ ഫാർ അവേ ഫ്രം ദ ബിസിനസ്. സോ ദ ഷെയർ ഹോൾഡേഴ്സ് ഹാസ് ദ സിൻസ് ദേ ആർ ദ ഓണേഴ്സ് ദേ ഹാവ് ദ റൈറ്റ് ടു നോ അബൌട്ട് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ് ത്രൂ മീഡിയാസ് ഓർ സം അതർ പബ്ലിഷ്ഡ് ഡോക്യുമെൻറ്റ്സ്. അതുകൊണ്ട് യൂസേഴ്സ് എന്ന് പറയുന്നത് മെയിൻലി എക്സ്റ്റേണൽ പാർട്ടീസ് ആയിരിക്കും. വേറെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ കേസിൽ നമ്മൾ മാനേജ്മെൻറ്റ് ലെവലിൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പുതിയ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. സോ അതിൻ്റെ യൂസേഴ്സ് എന്ന് പറയുന്നത് മെയിൻലി ഇൻറ്റേർണൽ പാർട്ടീസ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കാനുള്ളത് ഡിഫറൻസസ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഡിഫറൻസ് പറയുമ്പോൾ ഫസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ അതായത് കോസ്റ്റ് അക്കൗണ്ടിങ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് തമ്മിലെ ഡിഫറൻസിൽ ഒബ്ജക്റ്റിൻ്റെ ബേസിൽ പറയുമ്പം കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ടു റെക്കോർഡ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് എ പ്രോഡക്റ്റ് ഓർ എ സർവീസസ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഒരു പ്രോഡക്റ്റോ ഒരു സർവീസോ മാനുഫാക്ചർ ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങളാണ് നമ്മളതിൽ റെക്കോർഡ് ചെയ്യുന്നത്. വേറെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലാണെങ്കിൽ നമ്മൾ ഇറ്റ് പ്രൊവൈഡ്സ് ദി ഇൻഫർമേഷൻ ടു ദി മാനേജ്മെൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. അതായത് മാനേജ്മെൻറ്റ് ലെവലിൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ഞാൻ നേരത്തെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ് ഇവിടെ പറയാനുള്ളത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റ്. ദെൻ നെക്സ്റ്റ് വിത്ത് റിഗാർഡ് ടു നേച്ചർ. ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ഇൻഫർമേഷൻസ് ഫിഗേഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. വേറെ ഇൻ ദ കേസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഇറ്റ് ജനറലി concerned with the projection of figures for the ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഡാറ്റ വിത്ത് റിഗാർഡ് ടു ഡാറ്റ under cost accounting it uses only quantitative aspects, whereas in the case of management accounting it uses both quantitative as well as qualitative data. നേരത്തെ പറഞ്ഞിട്ടുണ്ട് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതാണ് ഇവിടെ ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് എന്ന് പറയാൻ കാരണം. ദെൻ നെക്സ്റ്റ് വിത്ത് റിഗാർഡ് ടു സ്കോപ്പ്. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഇറ്റ് പ്രൈമർലി വിത്ത് കോസ്റ്റ് ഇസ് അറ്റൈൻമെൻറ്റ് ആൻഡ് ഹെൻസ് സ്കോപ്പ് ഈസ് വെരി ലിമിറ്റഡ്. അതായത് മെയിൻ എയിം എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അസൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ഈച്ച് പ്രോഡക്റ്റ് ഓർ സർവീസസ് ആണ്. സോ അതുകൊണ്ട് അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് വെരി ലിമിറ്റഡ് ആണ്. വേറെ ഇൻ ദ കേസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇറ്റ് ഡീൽസ് വിത്ത് ബജറ്റിംഗ്, ടാക്സ് പ്ലാനിങ് എക്സെട്ര. അതായത് മാനേജ്മെൻറ്റ് ലെവലിൽ നമ്മൾ ഹൗ ടു പ്ലാൻ ദ ടാക്സ്, the total income of a business and how to prepare the budget for the coming 6 years or 1 month or for 1 year. അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ ലെവൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ഇത് ഹെൻസ് സ്കോപ്പ് ഈസ് വെരി വൈഡ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് വൈഡാണ്. സോ ദീസ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ദെൻ നെക്സ്റ്റ് ഐ വാണ്ട് ടു ഡിസ്കസ് അബൌട്ട് ദ സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. This aspect is also coming under your first module syllabus. That is scope of management accounting. That is, since management accounting is a new approach to accounting, it covers the entire discipline such as financial management, budgeting and forecasting, inventory control, reporting to management, internal audit, tax accounting, office services, interpretation of data പോലെയുള്ള പല ഏരിയാസിൽ നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കേസിൽ നമ്മൾ എങ്ങനെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് മെയിൻലി കൺസേൺ വിത്ത് ദ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ഓഫ് ദ ഫിനാൻഷ്യൽ റിസോഴ്സസ് ആണ്. അപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ ഇൻഫർമേഷൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഹൗ ടു കൺട്രോൾ ദ ഫിനാൻഷ്യൽ റിസോഴ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ദിസ് ലെവൽ ഓഫ് ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ദെൻ ബജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിങ്ങിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓരോ ഡിവിഷൻസിന് അല്ലെങ്കിൽ ഓരോ കോസ്റ്റ് സെൻറ്ററിൽ നമ്മളൊരു ടാർഗറ്റ് ഓഫ് പെർഫോമൻസ് നമ്മൾ കൊടുക്കും. ദെൻ അതിനുശേഷം ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അവരുടെ പെർഫോമൻസ് മനസ്സിലാക്കാനും ആ പെർഫോമൻസിലെ വേരിയേഷൻസ് കൺട്രോൾ ചെയ്യാനും ഇനി ആ വേരിയേഷൻസ് ഭാവിയിൽ അതില്ല
ഇല്ലാതാക്കാനുള്ള നടപടിക്രമങ്ങൾ എടുക്കാനും നമുക്ക് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലൂടെ പറ്റും. പിന്നെ അതുമാത്രമല്ല ഫോർകാസ്റ്റിംഗ് ഓൺ ദ അതർ ഹാൻഡ് ഇറ്റ് ഇസ് എ പ്രഡിക്ഷൻ ഓഫ് വാട്ട് വിൽ ഹാപ്പൻ ആസ് എ റിസൾട്ട് ഓഫ് എ ഗിവൺ സെറ്റ് ഓഫ് സർക്കംസ്റ്റൻസസ്. അപ്പോൾ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ജഡ്ജ്മെൻറ്റ് വേറാസ് ബഡ്ജറ്റിംഗ് ഈസ് ആൻ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റ്. അപ്പോൾ രണ്ടും ബോത്ത് ഫോർകാസ്റ്റിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ് ആർ യൂസ്ഫുൾ ഫോർ ദ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ഇൻ പ്ലാനിങ് വേരിയസ് ആക്ടിവിറ്റീസ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇൻവെൻറ്ററി കൺട്രോൾ ആണ്. അപ്പോൾ ഇൻവെൻറ്ററി കൺട്രോൾ നമ്മൾ എങ്ങനെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ്സിലെ ഇൻവെൻറ്ററി നമ്മൾ പല സ്റ്റോക്ക് ലെവൽസൊക്കെ ഉപയോഗിച്ചിട്ട് മിനിമം ലെവൽ മാക്സിമം ലെവൽ റീഓർഡർ ലെവലൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് ഇൻവെൻറ്ററിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദ കൺട്രോൾ ഓഫ് ഇൻവെൻറ്ററി വിൽ ഹെൽപ്സ് ഇൻ കൺട്രോളിങ് ദ കോസ്റ്റ് ഓഫ് പ്രോഡക്ട്സ് വിച്ച് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ഇൻ ടേക്കിംഗ് നെസസറി ആക്ഷൻ വിത്ത് റിഗാർഡ് ടു ദ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്. സോ ദ സ്റ്റഡി ഓഫ് ഇൻവെൻറ്ററി കൺട്രോൾ വിൽ ബി ഹെൽപ്ഫുൾ ഫോർ ടേക്കിംഗ് മാനേജറിയൽ ഡിസിഷൻ. പിന്നെ നമ്മൾ വേറെ പോലെ നമ്മൾ റിപ്പോർട്ടിംഗ് ടു മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ടാകുന്ന എല്ലാ ടൈമിലും ഇൻഫർമേഷൻസും മാനേജ്മെൻറ്റ് എത്തിച്ചു കൊടുക്കുന്നതുകൊണ്ട് മാനേജ്മെൻറ്റിന് കറക്റ്റ് ലെവലിൽ തീരുമാനങ്ങൾ എടുക്കാൻ ഈ റിപ്പോർട്ടിംഗ് ടു മാനേജ്മെൻറ്റിലൂടെ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്ന ടാക്സ് അക്കൗണ്ടിങ്, അതായത് ടാക്സ് എന്ന് വെച്ചാൽ ഗവൺമെൻറ് ലെവലിൽ എത്ര പെർസെൻറ്റേജ് ടാക്സ് ലയബിലിറ്റി എത്ര ഉണ്ടെന്ന് നോക്കാൻ നമ്മളിപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. ദ മാനേജ്മെൻറ്റ് ഈസ് ഇൻഫോംഡ് അബൌട്ട് ദ ടാക്സ് ബർഡൻ ഫ്രം ദ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ലോക്കൽ അതോറിറ്റീസ്. സോ വേരിയസ് ടാക്സ് റിട്ടേൺസ് ആർ ടു ബി ഫിൽഡ് വിത്ത് ദ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് it helps the accountant to prepare the tax return in advance through management accounting. Then നമ്മൾ ഓഫീസ് സർവീസ്, അതർ ഓഫീസ് സർവീസസ് ലൈക്ക് നമ്മൾ ഇപ്പോൾ ഓഫീസിൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് അതായത് ഡാറ്റാസ് പ്രോസസ്സ് ചെയ്യാൻ, ഫയൽ ചെയ്യാൻ, കോപ്പി ചെയ്യാൻ, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഇതുപോലെ ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിനെല്ലാം ഉപരി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നമ്മൾ ഡാറ്റ ഇൻ്റർപ്രിറ്റേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടാണ് മാനേജ്മെൻറ്റ് ലെവലിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ദ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ഇൻ്റർപ്രറ്റ്സ് വേരിയസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ടു ദ മാനേജ്മെൻറ്റ്. ദി സ്റ്റേറ്റ്മെൻറ്റ് ഗിവ്സ് എൻ ഐഡിയ അബൌട്ട് ദ ഫിനാൻഷ്യൽ ആൻഡ് ഏർണിംഗ് പൊസിഷൻ ഓഫ് ദ കൺസേൺ. അതുകൊണ്ട് അവിടെയും നമ്മൾ പിന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഇത് മാത്രമല്ല ഇതിൽ കൂടുതലുണ്ട്. അപ്പോൾ മെയിനായിട്ട് പറയുന്നത് ഇത്രയും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അതുകൊണ്ടാണ് എല്ലാ ഡിസിപ്ലിൻസിലും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ 6th സെമസ്റ്റർ BCOMലെ ഫസ്റ്റ് മൊഡ്യൂളായ ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തില്ല, ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തം തിയറിയാണ്. ഇൻഷാല്ലാ ഇനി കമ്മിങ് വീഡിയോസിൽ നമ്മൾക്ക് പിന്നെ സെക്കൻഡ് മൊഡ്യൂൾ ഓൺവേർഡ്സ് മുതലുള്ള പ്രോബ്ലംസ്, ടൂൾസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ഒക്കെ നമ്മൾ റേഷ്യോസൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാം. സോ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ കോൺടാക്ട്സിൽ വേറെ ഏതെങ്കിലും കോളേജിലെ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു.